ബൈബിൾ വായിക്കുന്നവർക്കൊക്കെ ഒരുപക്ഷെ എപ്പോഴും ഉള്ള ഒരു ചോദ്യചിഹ്നമാണ്, എന്തുകൊണ്ടായിരിക്കും കർത്താവ് തന്നെ ഒറ്റിക്കൊടുക്കാൻ 12 ശിഷ്യന്മാരുണ്ടായിട്ടും യൂദാസിനെ തന്നെ തിരഞ്ഞെടുത്തതെന്ന്. യൂദാസിനെ തന്നെ തിരഞ്ഞെടുക്കാൻ മറ്റു പ്രത്യേക കാരണങ്ങളൊന്നും ബൈബിളിൽ പറയുന്നില്ല. ഞാനിവിടെ ഒരു വിശ്വാസിയും ചോദ്യം ചെയ്യുന്നില്ല. യൂദാസ് ഒറ്റിക്കെടുക്കാനുണ്ടായ ആ സാഹചര്യത്തെ അല്പം കാവ്യാത്മകമായും ഭാവനാപരമായും ഒന്ന് സമീപിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഒരു കൊച്ചു രചനയിലൂടെ, സിലബസ് എന്ന പേരുള്ള എൻ്റെ ഒരു കൊച്ചു രചനയിലൂടെ കർത്താവും യൂദാസും തമ്മിലുള്ള ആ ഒരു ആത്മബന്ധത്തിനെ, ആ ഒറ്റിക്കൊടുക്കലിൻ്റെ പിന്നാമ്പുറങ്ങളിലേക്ക് ഒരു വെറും ഭാവനാപരമായി മാത്രം സഞ്ചരിക്കുന്ന ഒരു രചനയാണ്. ദയവായി കേട്ടു നോക്കുക. ഞാനും യൂദാസും ഒരേ ബെഞ്ചിൽ അടുത്തടുത്തിരുന്നാണ് പഠിച്ചത്. കർത്താവിൻ്റെ ക്ലാസ്സിലെ ഏറ്റവും മിടുക്കൻ യൂദാസായിരുന്നു. കർത്താവിനെന്നും യൂദാസിനോട് ഒരു പ്രത്യേക ഇഷ്ടമുള്ളതായി എനിക്ക് തോന്നിയിട്ടുണ്ട്. വിശ്വസ്തതയും ആത്മാർത്ഥതയും കുറിച്ചുള്ള ഗുരുദേവന്റെ പ്രഭാഷണങ്ങളിലൊക്കെ യൂദാസ് എന്ന പേര് ഇടയ്ക്കിടെ കടന്നു വരാറുണ്ട്. അന്ത്യ അത്താഴത്തിന്റെ ദിനമായിരുന്നു അവസാന പരീക്ഷ നടത്തിയത്. ക്രിസ്തു തന്നെയാണ് ചോദ്യപേപ്പർ വിതരണം ചെയ്തത്. ഉത്തരക്കടലാസ് നോക്കിയിട്ട് യൂദാസ് വളരെ നന്നായി പഠിച്ച് എഴുതിയിരിക്കുന്നുവെന്ന് മിശിഹ അഭിനന്ദിക്കുകയുണ്ടായി. എന്നിട്ടും യൂദാസ് എന്തിനാണ് എൻ്റെ പ്രിയപ്പെട്ട കർത്താവിനെ ചതിച്ചതെന്ന് കുരിശുമരണത്തിന് ശേഷവും ഞാൻ തല കുത്തിയിരുന്ന് ആലോചിക്കുകയുണ്ടായി. സത്യമറിയാൻ തിരഞ്ഞ എനിക്ക് ഒടുവിലത്തെ അത്താഴത്തിലെ ഫൈനൽ എക്സാമിന് സാക്ഷ്യം വഹിച്ച സിഹ്യോൻ മാളികയിലെ വേസ്റ്റ് കൊട്ടയിൽ നിന്ന് ഒരു കഷ്ണം കടലാസ് കിട്ടി. അത് കർത്താവ് യൂദാസിന് വിതരണം ചെയ്ത ചോദ്യപേപ്പറായിരുന്നു. എനിക്കാകട്ടെ 10ലേറെ ചോദ്യങ്ങളാണ് ഉണ്ടായിരുന്നത്. ഗിരിപ്രഭാഷണത്തിലെ ഏടുകൾ, ചില ഉപമകളിലെ അന്തർലീനമായ അർത്ഥങ്ങൾ, പ്രാർത്ഥനകളുടെ ആന്തരിക സന്ദേശം, അങ്ങനെ നിരവധി ചോദ്യങ്ങൾ അതിലുണ്ടായിരുന്നു. എന്നാൽ യൂദാസിന്റെ ചോദ്യപേപ്പർ നോക്കിയ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. അതിൽ ആകെ ഒരൊറ്റ ചോദ്യമേ ഉണ്ടായിരുന്നുള്ളൂ. എല്ലാവരും കേൾക്കാൻ വേണ്ടി ഞാൻ അത് ഉറക്കെ വായിക്കട്ടെ. ചോദ്യം 1: എന്താണ് ഒറ്റ്? ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവരെ ഒറ്റിക്കൊടുക്കുമ്പോഴുള്ള മനസ്സിന്റെ അതിതീവ്ര ഭാവങ്ങൾ ഉദാഹരണ സഹിതം വിവരിക്കുക. ഇതാണ്